നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 2 ശമൂവേലിലൂടെയുള്ള നമ്മുടെ ക്രമീകൃത ബൈബിൾ വായന തുടരുമ്പോൾ ഇന്നത്തെ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമുക്ക് വായിക്കുവാനുള്ളത് സങ്കീർത്തനങ്ങൾ 89, 96, 100, 101, 105, 132. 2 ശമൂവേൽ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ ആ സംഭവങ്ങളുടെ ആത്മീയ അർത്ഥം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടി, അവിടുത്തെ രാജാധികാരം, ചരിത്രത്തിലുടനീളമുള്ള അവിടുത്തെ വിശ്വസ്തത, തൻ്റെ ജനത്തിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന ആരാധനയും വിശുദ്ധിയും ഇവ നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ സിംഹാസനം യെരൂശലേമിൽ സ്ഥാപിക്കപ്പെട്ടു. നിയമപെട്ടകം സിയോനിൽ വിശ്രമസ്ഥാനം കണ്ടെത്തി. ജാതികൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ തിരിച്ചറിയാൻ തുടങ്ങി. എന്നിരുന്നാലും ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ രാജാവ് ദാവീദല്ല, യഹോവ തന്നെയാണെന്നാണ്. മനുഷ്യരാജാക്കന്മാർ ഉയർന്നു വരികയും അസ്തമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. 89-ാമത്തെ സങ്കീർത്തനം നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ ഉടമ്പടി എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടിയെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവനോടൊരു നിയമം ചെയ്തിരിക്കുന്നു. ഇത് 2 ശമൂവേൽ 7 ദൈവത്തിൻ്റെ വാഗ്ദാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദാവീദിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുമെന്നായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും സകല സൃഷ്ടികളിന്മേലുള്ള അവിടുത്തെ പരമാധികാരത്തെയും മാറ്റമില്ലാത്ത സ്വഭാവത്തെയും മഹത്വപ്പെടുത്തുന്നു. എന്നാൽ അതിശയകരമായ ഒരു മാറ്റം പിന്നീട് സംഭവിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ 2ാം ഭാഗം വിലാപഗാനമായി മാറുന്നു. രാജ്യം കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിനാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പരാജയപ്പെട്ടു എന്ന തോന്നൽ അവിടെ പ്രകടമാകുന്നു. ഇത് വളരെ ആഴമേറിയ ഒരു ആത്മീയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. പ്രയാസങ്ങളുടെ കാലത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായ സാഹചര്യങ്ങൾ കാണാം. നാം പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, പക്ഷെ കാര്യങ്ങളൊന്നും അനുകൂലമായി നടക്കുന്നതായി തോന്നുന്നില്ല. എന്നാൽ വിശ്വാസം ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കിയല്ല ദൈവത്തെ വിലയിരുത്തുന്നത്. വിശ്വാസം ദൈവത്തിൻ്റെ ഉടമ്പടിയെ ഓർക്കുന്നു. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറിയതായി നാം കാണുന്നു. അവിടുന്നാണ് നമ്മുടെ നിത്യരാജാവ്. ജീവിതം ആശയക്കുഴപ്പമാകുമ്പോൾ ഈ സത്യം ഓർക്കുക. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി ഒരിക്കലും തകരുന്നില്ല. 96-ഉം 100-ഉം സങ്കീർത്തനങ്ങൾ സകല ജാതികളുടെയും ദൗത്യമാണ് ആരാധന എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നിയമപെട്ടകം യെരൂശലേമിൽ എത്തിച്ചേർന്നതിന് ശേഷം ആരാധന ഇസ്രായേലിൻ്റെ ഹൃദയമിടിപ്പായി മാറി. സങ്കീർത്തനം 96 പ്രഖ്യാപിക്കുന്നു, ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വം പ്രസ്താവിപ്പീൻ എന്നാണ്. ഇസ്രായേൽ ദൈവത്തെ തങ്ങൾക്ക് മാത്രം സൂക്ഷിക്കേണ്ട ജനമല്ലെന്ന് ദാവീദ് മനസ്സിലാക്കി. എല്ലാ ജാതികളും യഹോവയെ അറിയണമെന്നതായിരുന്നു ദൈവഹിതം. സങ്കീർത്തനം 100 അതിരുകളില്ലാത്ത സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു, സർവ്വഭൂമിയുമായുള്ളവയെ യഹോവയ്ക്ക് ആനന്ദഘോഷം ചെയ്യുവീൻ. അവിടെയുള്ള ക്രമം ശ്രദ്ധിക്കുക. നാം അവിടുത്തെ വാതിലുകളിൽ പ്രവേശിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. നാം അവിടുത്തെ ജനമാണെന്ന് അംഗീകരിക്കുന്നു. യഥാർത്ഥ ആരാധന വെറും പാട്ടുപാടൽ മാത്രമല്ല, അത് സമർപ്പണമാണ്, അത് കൃതജ്ഞതയാണ്, അത് സന്തോഷപൂർവമായ അനുസരണവും കൂടിയാണ്. ഇന്നത്തെ തലമുറ പലപ്പോഴും ആരാധനയേക്കാൾ വിനോദമാണ് അന്വേഷിക്കുന്നത്. നാം ചോദിക്കുന്നു, ഇന്ന് എനിക്ക് എന്ത് ലഭിച്ചു? എന്നാൽ തിരുവചനം ചോദിക്കുന്നത് ദൈവത്തിന് അർഹമായ ആരാധന ഇന്ന് ലഭിച്ചോ എന്നാണ്. ഓരോ ആരാധനാ ശുശ്രൂഷയും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടുന്നത് ഇതാണ്: ആരാധന മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ളതല്ല, ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. 101-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു സിംഹാസനത്തിന് വിശുദ്ധമായ ഹൃദയം ആവശ്യമാണ് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. രാജാവായതിനു ശേഷം ദാവീദ് എടുത്ത വ്യക്തിപരമായ തീരുമാനമാണ് സങ്കീർത്തനം 101. രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് സ്വയം ഭരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നടക്കും, ജീവിക്കും. വിശുദ്ധി എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കൊട്ടാരത്തിൽ നിന്നല്ല, പരസ്യ ജീവിതത്തിൽ നിന്നുമല്ല, വീട്ടിൽ നിന്നാണ്. ദാവീദ് ദുഷ്ടതയെ നിരസിക്കുമെന്നും അഴിമതിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും അപവാദം പറയുന്നവരെ സഹിക്കില്ലെന്നും വിശ്വസ്തരായ ആളുകളെയാണ് താൻ ചുറ്റും നിർത്തുകയെന്നും തീരുമാനിക്കുന്നു. സ്വഭാവ വിശുദ്ധിയില്ലാത്ത നേതൃത്വം ഒടുവിൽ തകർന്നു വീഴും. നമ്മുടെ വീടുകളാണ് നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. ദൈവം
വിജയകരമായ ക്രിസ്ത്യാനികളെ അല്ല അന്വേഷിക്കുന്നത്, വിശുദ്ധരായ ക്രിസ്ത്യാനികളെയാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ സ്വകാര്യ ആത്മീയ ജീവിതത്തെക്കാൾ ഉയരത്തിൽ നമ്മുടെ പരസ്യ ശുശ്രൂഷ ഒരിക്കലും ഉയരുകയില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുന്നത് ഇന്നത്തേക്കുള്ള ശക്തി നൽകുന്നു എന്ന് 105 സങ്കീർത്തനത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തനം 105 ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെയുള്ളൊരു ആത്മീയ യാത്രയാണ്. അത് അബ്രഹാമിനെ ഓർക്കുന്നു, യോസേഫിനെ ഓർക്കുന്നു, മോശയെ ഓർക്കുന്നു, ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ ഓർക്കുന്നു, മരുഭൂമിയിലെ യാത്രയെ ഓർക്കുന്നു, വാഗ്ദത്ത ദേശത്തെ ഓർക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭൂതകാലത്തെ ഇത്രയും വിശദമായി ഓർക്കുന്നത്? കാരണം ഓർമ്മ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ഓരോ തലമുറയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു പോകാനുള്ള അപകടത്തിലാണ്. ഇന്നത്തെ വിശ്വാസികൾ പലപ്പോഴും പരാജയങ്ങൾ എളുപ്പത്തിൽ ഓർക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വളരെ വേഗം മറക്കുന്നു. പുതിയ യുദ്ധങ്ങളെ നേരിടുന്നതിന് മുമ്പ് ദാവീദ് ദൈവം മുൻപ് ചെയ്ത കാര്യങ്ങൾ ഓർത്തിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ കഴിഞ്ഞകാല വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഇന്നത്തെ അനിശ്ചിതത്വങ്ങളെ നേരിടാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നു. ചെങ്കടൽ പിളർത്തിയ ദൈവം ഇന്നും അസാധ്യമായ വഴികൾ തുറക്കുന്ന ദൈവമാണ്. തൻ്റെ ജനത്തിൻ്റെ മധ്യേ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് 132 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള ദാവീദിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹത്തെ ഈ സങ്കീർത്തനം പ്രതിഫലിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനായി സ്ഥിരമായ ഒരു ആലയം ഒരുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതിൽ കാണാം. ഇത് 2 ശമൂവേൽ 6ഉം 7ഉം അതിമനോഹരമായി ബന്ധിപ്പിക്കുന്നു. ദാവീദ് ദൈവത്തിനൊരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ദാവീദിനൊരു ഭവനം, അതായത് നിത്യമായ രാജവംശം പണിയാമെന്ന് വാഗ്ദാനം ചെയ്തു. എത്ര അത്ഭുതകരമായ കൈമാറ്റം! ദാവീദ് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ചു, ദൈവം ദാവീദിൻ്റെ ഭാവി ഉറപ്പിച്ചു. ഈ ആത്മീയ തത്വം ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ദൈവരാജ്യത്തിന് നാം പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം വിശ്വസ്തയോടെ ഏറ്റെടുക്കുന്നു. ആത്യന്തികമായി സങ്കീർത്തനം 132 ശലോമോൻ്റെ ദൈവാലയത്തേക്കാൾ അപ്പുറത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യരുടെ മധ്യേ വസിച്ച യേശുക്രിസ്തുവിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയിലും വസിക്കുന്നു. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ഇനി ചോദിക്കേണ്ട ചോദ്യം ദൈവത്തിൻ്റെ ആലയം എവിടെയാണ് എന്നതല്ല, പകരം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ സന്തോഷമുണ്ടോ എന്നതാണ്. ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ കാലഘട്ടത്തോട് വളരെ ശക്തമായി സംസാരിക്കുന്നു. വാഗ്ദാനങ്ങൾ എളുപ്പത്തിൽ ലംഘിക്കപ്പെടുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സങ്കീർത്തനം 89 ദൈവത്തിൻ്റെ ഉടമ്പടി ഒരിക്കലും പരാജയപ്പെടുന്നില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 96ഉം 100ഉം യഥാർത്ഥ ആരാധനയിലേക്ക് നമ്മെ തിരികെ വിളിക്കുന്നു. പൊതുചിത്രത്തിന് സ്വകാര്യ വിശുദ്ധിയേക്കാൾ വില നൽകുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സങ്കീർത്തനം 101 അടഞ്ഞ വാതിലുകൾക്കുള്ളിലാണ് വിശുദ്ധി ആരംഭിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. എല്ലാം മറന്നു പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. സങ്കീർത്തനം 105 ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളെ ഓർക്കുവാൻ നമ്മെ വിളിക്കുന്നു. സ്വത്വം അന്വേഷിച്ച് അശാന്തിയോടെ അലയുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സങ്കീർത്തനം 132 ഏറ്റവും വലിയ പദവിയോ വിജയമോ അല്ല, ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്, എൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി തോന്നുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസം വച്ചിരിക്കുന്നുണ്ടോ? ആരാധനയിലൂടെയും വിശുദ്ധിയിലൂടെയും അനുസരണത്തിലൂടെയും ദൈവസാന്നിധ്യം സന്തോഷത്തോടെ വസിക്കുവാൻ കഴിയുന്ന ഒരു ആലയമായി എൻ്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഈ സങ്കീർത്തനങ്ങൾ 2 ശമൂവേലിനെ അതിമനോഹരമായി പൂർണ്ണമാക്കുന്നു. 2 ശമൂവേൽ ഭൂമിയിൽ ദാവീദിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ നിത്യരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെ വെളിപ്പെടുത്തുന്നു. ദാവീദിൻ്റെ സിംഹാസനം ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. യെരുശലേം സ്വർഗീയ സിയോനെ സൂചിപ്പിച്ചു. നിയമപ്പെട്ടകം ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. അവസാനമായി ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ തങ്ങളുടെ പൂർണ്ണ നിവൃത്തി പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസമുള്ളവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആരാധിക്കുന്നവരും അവിടുത്തെ വിശ്വസ്തതയെ എപ്പോഴും ഓർക്കുന്നവരും വിശുദ്ധിയെ പിന്തുടരുന്നവരും ദൈവസാന്നിധ്യം സന്തോഷത്തോടെ വസിക്കുന്ന ജീവനുള്ള ആലയങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.